ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം പഠിച്ചാലോ? കേരളത്തിലുള്ള കലാരൂപങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ തനതായിട്ടുള്ള നൃത്തരൂപങ്ങളുണ്ട്. നമ്മളോട് ഇത് എക്സാമിന് ചോദിക്കാറുമുണ്ട്. ഇപ്പൊ കഥക്ക് ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ സാധിക്കണം. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ ഭരതനാട്യം തമിഴ്നാടിന്റെ നൃത്തരൂപമാണ്, കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രയുടെ നൃത്തരൂപമാണ്, കഥക്ക് ഉത്തർപ്രദേശിന്റെ നൃത്തരൂപമാണ്. ഇനി നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്തൊരു നൃത്തരൂപമായിരിക്കും സാത്രിയ എന്ന് പറയുന്നത്. അസമിന്റെ നൃത്തരൂപമാണ് സാത്രിയ. കേരളത്തിന്റെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കഥകളിയും മോഹിനിയാട്ടവും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ചിലപ്പോൾ ഇതേപോലെ തന്നെ അല്ലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഓട്ടം തുള്ളലോ അങ്ങനെ ഏത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് അറിയായിരിക്കും കേരളത്തിന്റെ ആണെന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു സംസ്ഥാനങ്ങളുടേത് കൂടി ഒന്ന് പഠിച്ചു വെക്കുക.